സ്വാഗത പ്രസംഗം എന്ന് പറഞ്ഞാൽ അതിഥികളുടെ ഗുണഗണങ്ങൾ വാഴ്ത്തുന്ന മുഖസ്തുതി പ്രസംഗകലയാണ്. അതിഥികളുടെ എണ്ണം കൂടിയാൽ പ്രസംഗത്തിൻ്റെ നീളവും കൂടും. മുഖവുര ആവശ്യമില്ലാത്ത വ്യക്തിയാണെന്ന് സൂചിപ്പിച്ച് പക്ഷേ നീണ്ട ആമുഖത്തോടെ വിശിഷ്ട വ്യക്തിത്വങ്ങളെ പരിചയപ്പെടുത്തും. അത്രയും പേർക്ക് അവിടെ കൂടിയിരിക്കുന്നവരുടെ പേരിലും സംഘാടകരുടെ പേരിലും പിന്നെ സ്വന്തം പേരിലും സ്വാഗതം ആശംസിക്കണം. സംഘാടകർക്ക് സ്വാഗതം ആവശ്യമില്ലെങ്കിലും ഔപചാരികതയുടെ പേരിൽ സ്വാഗതം ഏകിയിടണം. നിയമസഭയും മന്ത്രിസഭാ യോഗവും ഒക്കെയായി തിരക്കുള്ള ദിവസം ചടങ്ങിനെത്താൻ സമയം കണ്ടെത്തിയ മുഖ്യമന്ത്രിയെ പുകഴ്ത്തി രണ്ടു വാക്ക് പറയാതിരിക്കുന്നത് എങ്ങനെ? അലമ്പുണ്ടാക്കാതെ മന്ത്രിയെ പൊക്കി രണ്ടു വാക്ക് സംസാരിക്കും. ഞാൻ അടിവരയിട്ട് പറയുന്നു, കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും പ്രത്യാശ നൽകുന്ന ഒരു മുഖ്യമന്ത്രിയായി അദ്ദേഹത്തിന്റെ ഇമേജ് അദ്ദേഹം അറിയുന്നോ ഇല്ലേ എന്നറിയില്ല. സാധാരണ ജനങ്ങളുടെ ജനഹൃദയങ്ങളിൽ അത് പിടിച്ചു കഴിക്കും. അത്തരത്തിലൊരു ഭരണം, അതാണ് ഈ രാജ്യത്തെ ജനങ്ങൾ ആഗ്രഹിച്ചതും. ഈ ഗവൺമെന്റിന് ഇത്രയും മൃഗീയ ഭൂരിപക്ഷം കൊടുത്തതിൻ്റെയും പിന്നിൽ അഴിമതി വിമുക്തമായ ഒരു കേരളം ഉണ്ടാകണമെന്നുള്ള ജനങ്ങളുടെ ചിരകാല അഭിലാഷമത്തിനാണ് അങ്ങ് നാന്ദി കുറിച്ചിരിക്കുന്നതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത്രയും നല്ല ഒരു ഗവൺമെന്റിന് ഈ രാജ്യത്തെ ജനങ്ങളെ സേവിക്കുവാനുള്ള അർപ്പണമനോഭാവത്തോടു കൂടി വന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ അങ്ങയ്ക്ക് ഞാൻ ഡോക്ടർ പൽപ്പു ഫൗണ്ടേഷന്റെയും ഇവിടെ കൂടിയിരിക്കുന്ന ഓരോ ശ്രീനാരായണന്റെയും എന്റെയും പേരിൽ ഹാർദവമായി സ്വാഗതം ആശംസിക്കുന്നു. പക്ഷേ പതപ്പിക്കരുത്. പ്രസംഗം ദീർഘിപ്പിക്കുന്നില്ല എന്ന് ഇടയ്ക്കിടെ പറഞ്ഞാലും സ്വാഗത പ്രസംഗം നീളും. ഒടുവിൽ സമയമില്ലാത്ത വിശിഷ്ട വ്യക്തി സമയക്കുറവ് കാരണം രണ്ടു വാക്കു മാത്രം പറഞ്ഞ് രക്ഷപ്പെടുകയും ചെയ്യും. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ സ്വാഗത പ്രാസംഗികരുടെ രീതി ഇങ്ങനെയൊക്കെയാണ്. സമയമുള്ളവർ അതിഥികളായി വന്നാൽ മതി. നിങ്ങൾക്ക് എല്ലാവരും അറിയുന്നത് പോലെ തന്നെ ശ്രീ ഗോകുലം ഗോപാലൻ എന്നെ പോലുള്ളവർക്ക് ഗോപാലൻ ചേട്ടനാണ്. തീർച്ചയായിട്ടും അദ്ദേഹം കേരളത്തിലെയോ ഇന്ത്യയിലോ ഒരു വ്യവസായ പ്രമുഖനായതുകൊണ്ടല്ല ഡോക്ടർ പൽപ്പുവിന്റെ ഫൗണ്ടേഷന്റെ അവാർഡ് കൊടുക്കുന്നത്. പലരും ആ ബോർഡും അവാർഡിന്റെ നോട്ടീസ് കാണുമ്പോഴും തെറ്റിദ്ധരിക്കുന്നത് ഒരു വലിയ വ്യവസായിയെ വിളിച്ചു കൊണ്ടുവന്ന് അവാർഡ് കൊടുക്കുന്നു എന്നാണ്. അങ്ങനെ ആരുടെയെങ്കിലും മനസ്സിൽ തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണ മാറ്റണം. വളരെ ദൂരെ നിന്നുകൊണ്ട് ഞങ്ങൾ വീക്ഷിച്ച ഒരു സാംസ്കാരിക അതുപോലെ തന്നെ സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന വളരെ മാന്യനും സൗമ്യനുമായ ഒരു വ്യക്തി എന്നത് മാത്രമല്ല, അവന്റെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ എന്റെ വീട്, എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണേ. കിടപ്പാടമില്ലാത്തവന് പാവപ്പെട്ടവന് കിടപ്പാടം, പഠിക്കുവാൻ നിവൃത്തിയില്ലാത്ത പാവപ്പെട്ടവന് പഠിക്കുവാനുള്ള സൗജന്യ വിദ്യാഭ്യാസ സൗകര്യം, ആതുര സേവന രംഗത്ത് പാവപ്പെട്ടവന് സൗജന്യ ശുശ്രൂഷ തുടങ്ങിയ ഡോക്ടർ ശ്രീനാരായണ ഗുരുദേവന്റെ എങ്ങനെ ദർശനങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ഡോക്ടർ പൽപ്പുവിന്റെ കാൽപ്പാടുകളെ പിന്തുടരുന്ന ശ്രീ ഗോകുലം ഗോപാലനെ എന്റെ അമ്മയെ നാട്ടിച്ച് LDF വരും, എല്ലാം ശരിയാവും എന്ന് പറഞ്ഞുവെങ്കിലും ചിലതെല്ലാം ഇനിയും ശരിയാവാനുണ്ട് എന്ന് കോടിയേരിക്ക് അറിയാം. ശരിയാക്കാനുള്ള ഒന്ന് കേരള സർവകലാശാലയാണ്. ഇവിടുത്തെ വൈസ് ചാൻസലർക്കെതിരെ ഗവേഷക വിദ്യാർത്ഥികളും SFIയും സമരത്തിലാണ്. VCയെ കാണാനും ശരിയാക്കാനും പോയ 5 വിദ്യാർത്ഥികളെ VC സസ്പെൻഡ് ചെയ്ത് ശരിയാക്കി. UDF കാലത്ത് വെച്ച വൈസ് ചാൻസലർമാരുടെ ശല്യം കുറച്ചു കാലം കൂടി വിദ്യാർത്ഥികൾ സഹിച്ചാൽ എല്ലാം ശരിയാവുമെന്നാണ് കോടിയേരിയുടെ ഉറപ്പ്. ഇത് ഏതൊരു ലോകത്താണ് ഇദ്ദേഹം ജീവിക്കുന്നത്? ഈ കേരളത്തിൽ തന്നെയാണോ ഇദ്ദേഹം ജനിച്ചു വളർന്നതെന്ന് തോന്നും ഇദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള നിലപാടുകൾ കണ്ടാൽ. എനിക്ക് അദ്ദേഹത്തെ അറിഞ്ഞുകൂടാ, വ്യക്തിപരമായി ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുമില്ല. അദ്ദേഹത്തിൻ്റെ രൂപം എന്താണെന്ന് എനിക്കറിയില്ല. അതുകൊണ്ടൊന്നും ഞാനിപ്പോൾ വ്യക്തിപരമായി സംസാരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അദ്ദേഹത്തിന് നല്ല ബുദ്ധി ഉണ്ടാവട്ടെ, അദ്ദേഹം ഇത് കേരളമാണെന്ന് മനസ്സിലാവട്ടെ. ബന്ധപ്പെട്ട ആളുകൾ, സിൻഡിക്കേറ്റ് മെമ്പർമാർ അദ്ദേഹത്തോട് സംസാരിക്കുക. അദ്ദേഹത്തെ ഈ സ്ഥാനത്തേക്ക് നിശ്ചയിച്ചിട്ടുള്ള ഏതെങ്കിലും ആളുകളുണ്ടെങ്കിൽ അവർ ഇദ്ദേഹത്തെ ഉപദേശിക്കുക. കഴിഞ്ഞ UDF ഗവൺമെൻറ് കാലത്താണ് ഇദ്ദേഹം ഈ സ്ഥാനത്തേക്ക് വന്നത്. അന്ന് ഇങ്ങനെയുള്ള പല ആളുകളും പല സ്ഥാനത്തും വന്നിട്ടുണ്ട്. അതുകൊണ്ട് LDF വന്നെങ്കിലും ഇത്തരക്കാരുടെ ചില ബുദ്ധിമുട്ടുകൾ കുറച്ച് കാലം കൂടി നമുക്ക് സഹിക്കേണ്ടതായിട്ട് വരും. ഇലക്ഷൻ കാലത്ത് നമ്മൾ പറഞ്ഞതുപോലെ LDF വരും, എല്ലാം ശരിയാകും എന്ന് പറഞ്ഞതുപോലെ
ഈ സർവകലാശാലയുടെ കാര്യങ്ങളും നമുക്ക് ശരിയാക്കും. എപ്പോഴും ഇങ്ങനെ പറയണമെന്നില്ല, ശരിയാക്കി തന്നാ മതി. ഇന്നും കോടതിയിൽ റിപ്പോർട്ട് ചെയ്യാൻ പോയ മാധ്യമ പ്രതിനിധികളെ അഭിഭാഷക ഗുണ്ടകൾ ഇറക്കിവിട്ടു. എറണാകുളത്താണെന്ന് മാത്രം. ജുഡീഷ്യറിയും സർക്കാരും കൂടി അടിയന്തരമായി ഒരു കാര്യം ചെയ്യണം. അഭിഭാഷക ക്രിമിനലുകൾക്ക് അച്ചി വീട്ടിൽ നിന്ന് സ്ത്രീധനമായി കിട്ടിയ കോടതി മുറികൾ അവർക്ക് മാത്രമായി പതിച്ചു നൽകി പട്ടയവും നൽകണം. അവിടെ പിന്നെ പത്രക്കാർ കയറി പ്രശ്നമുണ്ടാക്കില്ല. വക്രദൃഷ്ടി സമാപിക്കുന്നു. വീണ്ടും നാളെ ഇതേ സമയം. നന്ദി, നമസ്കാരം.